പാകിസ്ഥാൻ ചൈന ബന്ധങ്ങളെ അവർ പരസ്പരം വിശേഷിപ്പിക്കുന്നത് ഉരുക്ക് സഹോദരങ്ങൾ എന്നാണ്. പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പിനെ അമേരിക്കയും ചൈനയും അവരവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സാമ്പത്തികമായ ബാധ്യതകളും സാമൂഹിക പിന്നോക്കാവസ്ഥയും രാഷ്ട്രീയ അനിശ്ചിതത്വവുമൊക്കെ രണ്ട് ശാക്തിക ചേരികൾക്കും വഴങ്ങാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാനിലെ പ്രവശ്യയാണ് ബലൂചിസ്ഥാൻ. ധാതു സമ്പത്തിനാൽ സമ്പന്നമാണ് ബലൂച്ച്. സ്വർണ്ണഖനികളും റെയർ എർത്ത് മിനറൽസും ചെമ്പ് ഖനികളുമൊക്കെ ഇവിടെ ധാരാളമായി ഉണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ട് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമാണ് ചൈന പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്നത്. ബലൂചിസ്ഥാനിൽ ചൈന നിർമ്മിച്ച ഗദ്ദാർ തുറമുഖം, ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ബലൂച്ചിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. ബലൂച്ച് ജനത സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിലാണ്. തങ്ങൾക്ക് അവഗണന മാത്രമാണെന്നും തങ്ങളുടെ സമ്പത്ത് മുഴുവൻ ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്നുമാണ് അവർ ഉയർത്തുന്ന വാദങ്ങൾ. പോരാട്ടം നടത്തുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ ചൈനീസ് പദ്ധതികളെ ആകെ അവതാളത്തിലാക്കിയിട്ടുണ്ട്. കോടികൾ മുടക്കി ചൈന ബലൂചിസ്ഥാനിൽ ആരംഭിച്ച ഗദ്ദാർ തുറമുഖം, എയർപോർട്ട് ഇവയൊന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ചൈനയ്ക്കായിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിനിടയിലാണ് അമേരിക്കയിൽ ഭരണമാറ്റം ഉണ്ടാവുന്നത്. പുതിയ ഭരണകൂടത്തിന് ഇന്ത്യയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തി. അത് പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ കൂടുതൽ അടുക്കുന്നതിന് കാരണമായി. ബലൂചിസ്ഥാന്റെ ധാതു നിക്ഷേപങ്ങളിൽ കണ്ണുവെച്ച് ബലൂജിൽ ഖനനം നടത്താൻ അമേരിക്കൻ ഭരണകൂടം താൽപ്പര്യപ്പെടുകയും അതിനായി പാകിസ്ഥാൻ അമേരിക്കൻ ഭരണകൂടവുമായി വിവിധതരം കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തു. അമേരിക്കയെ ബലൂജിലേക്ക് ക്ഷണിച്ചതിന് പിന്നിൽ പാകിസ്ഥാന് രണ്ട് ഉദ്ദേശങ്ങളുള്ളതായി പറയപ്പെടുന്നു. ബലൂചിസ്ഥാനിലെ വളർന്നുവരുന്ന വിഘടനവാദത്തെ അമേരിക്കൻ സഹായത്തോടെ അടിച്ചമർത്തുക, അമേരിക്കയുമായി കൂടുതൽ ശക്തമായ വാണിജ്യ രാഷ്ട്രീയ ബന്ധങ്ങൾ സ്ഥാപിക്കുക. എന്നാൽ ബലൂചിസ്ഥാൻ ആഗ്രഹിച്ചു വന്നാൽ കറാച്ചിയിൽ കാലുകുത്തിക്കില്ല എന്ന് ഇപ്പോൾ തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ബലൂചിസ്ഥാനിലെ അമേരിക്കൻ സാന്നിധ്യം ചൈനയെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് ചൈനയുടെ ബലൂച്ച് താൽപ്പര്യങ്ങൾക്ക് എതിരാണ്. ബലൂചിസ്ഥാനിലേക്ക് അമേരിക്കയെ വിളിച്ചു വരുത്തിയ പാകിസ്ഥാന്റെ നടപടി ചൈനയ്ക്ക് അരോചകമായി മാറിയിട്ടുണ്ട്. ഇത് അവർ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. അമേരിക്ക കൂടി ബലൂചിസ്ഥാനിലേക്ക് എത്തുമ്പോൾ ജിയോ പൊളിറ്റിക്സിൽ അതുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിൽ കിടക്കുകയാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ. ഇത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കും. നിലവിൽ ചൈനയ്ക്കെതിരെ തന്നെ അനവധി ചാവേർ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിക്കഴിഞ്ഞു. പാക് സൈന്യത്തിന് കാര്യമായ നിയന്ത്രണമില്ലാത്ത ഭൂപ്രദേശം കൂടിയാണ് ഇന്ന് ബലൂചിസ്ഥാൻ. അമേരിക്ക കൂടി ബലൂചിസ്ഥാനിലെത്തുമ്പോൾ അത് ചില ചോദ്യങ്ങൾ ഭൗമരാഷ്ട്രീയത്തിൽ ഉയർത്തുന്നുണ്ട്. ചൈന പാകിസ്ഥാൻ ബന്ധങ്ങളെ ഭാവിയിൽ എങ്ങനെയായിരിക്കും ബാധിക്കുക? ചൈനയും അമേരിക്കയും ബലൂചിസ്ഥാനിൽ എങ്ങനെയായിരിക്കും തന്ത്രങ്ങൾ ഒരുക്കുക? ഇത് അയൽരാജ്യമായ ഇന്ത്യയെ എങ്ങനെ സ്വാധീനിക്കും? ചൈനയുടെ വൻ നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ കിടക്കുന്നുണ്ട്. മാറുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ ബലൂച്ച് ജനതയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങളെ നിശബ്ദമായി പിന്തുണയ്ക്കാൻ ചൈന നിർബന്ധിതമാകുമോ എന്ന് കണ്ടറിയണം. കാരണം ചൈന പലതും മുന്നിൽ കണ്ടാണ് ബലൂജിൽ നിക്ഷേപങ്ങൾ നടത്തിയത്. കോടികൾ മുടക്കി ഉണ്ടാക്കിയ ഗദ്ദാർ തുറമുഖവും ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുമൊക്കെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രതിഷേധത്തെ തുടർന്ന് മുടങ്ങിക്കിടക്കുന്നതും ചൈനീസ് പൗരന്മാർക്ക് നേരെ നടക്കുന്ന ചാവേർ ആക്രമണങ്ങളും ബലൂചിസ്ഥാനിലേക്കുള്ള അമേരിക്കയുടെ കടന്നുവരവുമൊക്കെ ചൈനയെ ഭാവിയിൽ മാറ്റി ചിന്തിപ്പിച്ചേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നു. ഇത്തരം സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാൻ ഉരുക്ക് സഹോദര ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വരുന്ന നാളുകളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും.